ഈ ക്വസ്റ്റ്യൻ നോക്കാം. An object 5 cm in length is placed at a distance of 20 cm in front of a convex mirror of radius of curvature 30 cm. Find the position of the image, nature and size. നമ്മൾ ചെയ്തിട്ടുള്ളതാണ് മിററിൻ്റെ ഒരു പ്രോബ്ലം. രണ്ടെണ്ണം കൂടി ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ഇതെന്ത് ടൈപ്പ് മിററാണെന്ന് പറയുന്നത്? ദിസ് ഈസ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. സൈഡിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്ന ആളാണ് കോൺവെക്സ് മിറർ. ലെഫ്റ്റ് സൈഡിലോട്ടെ ഇവിടെ കോട്ടിംഗ് ഉണ്ട്. ഇതാണ് നമ്മളെ കോൺവെക്സ് മിറർ. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിന് നമ്മൾ പോൾ എന്നും പറയും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു ഒബ്ജക്റ്റ് 5 cm ആണ് അതിൻ്റെ ലെങ്ത്ത്. ഈസ് പ്ലേസ്ഡ്. ഇത് വരയ്ക്കണം നിർബന്ധമൊന്നും അല്ല, എന്നാലും ഞാനൊരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണെന്ന് പറയുന്നത് 5 cm. എ ബി ആണ് നമ്മൾ ഒബ്ജക്റ്റ്. അതിൻ്റെ ഹൈറ്റ് എച്ച് 5 cm ആണ് ഹൈറ്റ് അല്ലേ. അത് വെച്ചിരിക്കുന്നത് വായിച്ചു നോക്ക്, 20 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പോൾ ഇത് ബി പി ആണ്. ബി പി യു ഈക്വൽ ടു എത്രയാണ്? യു എന്ന് പറഞ്ഞ ആൾ 20 cm എവേ ഫ്രം ദ മിറർ. പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒക്കെ നെഗറ്റീവാണ്. ആ സൈൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് തെറ്റിപ്പോവും കേട്ടോ. എച്ച് +5 ആണല്ലോ മോളിലോട്ട്. യു എന്ന് പറഞ്ഞത് 20 cm ടുവേർഡ്സ് ലെഫ്റ്റ്. -20 എന്ന് എഴുതണം. പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ 30 ആണ്. നമുക്ക് ഫോക്കസ് ആണ് ആവശ്യം. നമുക്ക് ആവശ്യമുള്ള ആൾ ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ് ആര് നമ്മൾ ഫോക്കൽ ലെങ്ത് എഫ്. ആർ എന്ന് പറഞ്ഞാൽ പി സി ആണ്, അതിൻ്റെ പകുതിയാണ് എഫ്. മറന്നുകൊണ്ടോ? അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് = r/2. റേഡിയസ് ഓഫ് കർവേച്ചർ 30 ആണ്. +30/2 ആണ്. വൈ +30/2? ഈ എഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവണമല്ലോ. ഈ എഫ് എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടുവേർഡ്സ് റൈറ്റ്. പോളിന്ന് റൈറ്റിലോട്ടാണ്. പോളിന്ന് റൈറ്റിലോട്ട് വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ എഫ് = റേഡിയസിൻ്റെ പകുതി എടുക്കുക, 30/2 പ്ലസ് ആയിരിക്കും അറിയാം. ഫോക്കൽ ലെങ്ത് 15 ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പൊസിഷൻ ഓഫ് ദ ഇമേജ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എവിടെയായിട്ട് വരും നമുക്കറിയില്ല. എക്സാക്ട് പൊസിഷൻ അറിയില്ല, വെറുതെ വരയ്ക്കണതാണ് കേട്ടോ. എനിക്ക് ഐഡിയ ഒന്നുമില്ല എവിടെ വരണമെന്ന്. ഇമേജ് നമ്മൾ A', B' എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ ഇമേജ് A', B' എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഇമേജ് എവിടെയായിട്ട് വരും? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. വി കണ്ടുപിടിക്കണം. മിററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് നമ്മളെ ഇമേജ് ഇരിക്കുന്നത്? അപ്പോൾ വി ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? വി ആണ്. മനസ്സിലായല്ലോ? മിററിൽ നിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വി എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മിറർ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. എന്താണ് മിറർ ഫോർമുല? 1/u + 1/v = 1/f. മിറർ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. 1/u + 1/v = 1/f. അതിൽ ആ വി ആണ് വേണ്ടത്. എവിടെ ആയിട്ട് വരും നമ്മൾ ഇമേജ്? ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അറേഞ്ച് ചെയ്യുക. 1/v = ഈ 1/u അങ്ങോട്ട് പോട്ടെ. ഈ 1/u എങ്ങോട്ട് പോട്ടെ? റൈറ്റ് സൈഡിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1/v = 1/f - 1/u എന്ന് വരും. ഞാൻ ഈ ഫ്ലോയിൽ അങ്ങോട്ട് എഴുതി പോയിക്കോട്ടെ. 1/f അല്ലേ? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. -1/u ആണ്. യു എന്ന് പറഞ്ഞാൽ -20. ഇത് ചെയ്തു വരുമ്പോൾ ഇതൊക്കെ വേഗം പറഞ്ഞു പോവാണേ. 1/15 ഇവിടെ മൈനസും കൂടി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മൈനസും കൂടി പ്ലസ് ആവും.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഈ LCM ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും ഭേദം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഞാനതൊക്കെ വേഗം പറഞ്ഞു പോവാണ്. 20 + 15 ഒക്കെ വേഗം പറയാം കേട്ടോ. 20 + 15 35 ഡിവൈഡഡ് ബൈ 15 × 20. മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. ഇവിടെ ഒരു ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ, മുകളിലും താഴെയും ഒരു 5 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. മുകളിലും താഴെ ഒരു 5 വെച്ച് കട്ട് ചെയ്താൽ വരില്ലേ? കട്ട് ചെയ്താൽ ഇവിടെ 25 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4, ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 7. ശരിയല്ലേ നോക്കിയേ? 4 × 5 20. അതെ, കറക്റ്റാണ്. അപ്പോൾ ചെയ്തു വരുമ്പോൾ 7/60 വരും. 50 × 4 60 ആണ്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. നോക്കട്ടെ. 1/15 + 1/20. 20 + 15 35 ആണ്. ബൈ 15 × 20 5 വെച്ച് കട്ട് ചെയ്തു. കറക്റ്റാണ്. 1/v അല്ലേ നമ്മൾ ചെയ്തത് ഇപ്പോൾ തന്നെ. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ v = 7/60 റെസിപ്രോക്കൽ എടുത്താൽ 60/7 കിട്ടും. ഇതാണ് പൊസിഷൻ ഓഫ് ദ ഇമേജ്. പൊസിഷൻ ഓഫ് ദ ഇമേജ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇമേജ് ഇരിക്കുന്നത് മിററിൽ നിന്ന് 60/7 ഡിസ്റ്റൻസ് അകലെയാണ്. ദ പോസിറ്റീവ് സൈൻ മീനിങ് ദാറ്റ് ടു റൈറ്റ് സൈഡ്, പോളിൻ്റെ റൈറ്റ് സൈഡിലാണ്. വി പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഇമേജ് ഇരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലാണ്, കോട്ടിങ്ങിൻ്റെ സൈഡിലാണ്. കോട്ടിങ്ങിൻ്റെ സൈഡിൽ വരുന്ന ഇമേജ് എല്ലാം വെർച്വൽ ഇമേജാണ്. കാരണം ഞാൻ അവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഡാർക്കാണ്, അവിടെ ഒന്നും കിട്ടില്ല. ഈ കോട്ടിംഗ് ഉള്ള സൈഡ് കംപ്ലീറ്റ്ലി ഡാർക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇമേജ് ഉണ്ടാവില്ല. കോട്ടിങ്ങിൻ്റെ സൈഡിൽ ലൈറ്റേ ഇല്ല, അത്രേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. അതായത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഒരാൾ ഉള്ള പോലെ തോന്നുന്നതാണ്, പക്ഷെ സ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ കാണാനില്ല, തോന്നുന്നതാണ്. അപ്പോൾ അത് വെർച്വൽ ഇമേജ്. ഇമേജിൻ്റെ 2 നേച്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇമേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയണം. നമ്മൾ ഇമേജ് ഇറക്റ്റാണോ അതോ തലകീഴായിട്ടാണോ ഇരിക്കുന്നത്? ഞാനിപ്പോൾ വെറുതെ റഫായിട്ട് വരച്ചതാണ്, എനിക്ക് ഇമേജിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. ഇമേജ് തലകീഴാണോ നേരെയാണോ മാഗ്നിഫൈഡ് ആണോ എന്നൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ പഠിച്ചു. ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ എത്ര ഇരട്ടി സൈസ് കൂടുതലാണ് ഇമേജ്. മാഗ്നിഫിക്കേഷൻ്റെ 2 ഫോർമുലയാണുള്ളത്. ഒന്ന് h'/h. h'/hൽ h' എന്താണെന്നറിയില്ല നമുക്ക്. ഇമേജിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് h'/h അവിടെ ഇരിക്കട്ടെ. വേറൊരു ഫോർമുല ഉള്ളത് -v/u എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. മാഗ്നിഫിക്കേഷൻ 2 ഫോർമുലയുണ്ട്. -v/u യൂസ് ചെയ്യാം. -v നമുക്കിത് ഇപ്പോൾ തന്നെ കിട്ടിയിരുന്നു 60/7. u നമ്മൾ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് -20. ഈ കാൽക്കുലേഷൻസ് ആഡ് ചെയ്യൽ ഡിവൈഡ് ചെയ്യൽ അതൊന്നും ഞാനങ്ങനെ പറഞ്ഞ് ടൈം കളയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഫോളോ ചെയ്യാൻ പറ്റും. മൈനസ് വെട്ടിപ്പോയി 60/20 ചെയ്യുമ്പോൾ 3 വരും. 3/7 ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് നമ്പറാണ്. 3/7 ഈസ് എ പോസിറ്റീവ് നമ്പർ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് ഇമേജ് ആണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബോക്സിനുള്ളിൽ എഴുതി തന്നിരുന്നു, മറന്നുകൊണ്ടാ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ഇമേജ് ആണ്. അതായത് ഞാൻ വരച്ചത് കറക്റ്റാണ്, തലകീഴായിട്ടല്ല ഇമേജ് ഇരിക്കുന്നത്, ഇറക്റ്റാണ്. നമുക്കല്ലെങ്കിൽ അതറിയാം. ഒരു കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജംഗ്ഷനിൽ വെക്കുന്ന മിററാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഒരിക്കലും തലകീഴായിട്ട് ജംഗ്ഷനിൽ വെക്കുന്ന മിററിൽ കൂടി എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും തലകീഴായിട്ട് കിട്ടില്ല. വി ഗെറ്റ് ഓൾവേസ് ഇറക്റ്റ് ഇമേജ്. മാഗ്നിഫിക്കേഷൻ 3/7 ആണ്. പോയിൻ്റ് സംതിങ് ആണ്. മാഗ്നിഫിക്കേഷൻ 1 കുറവായതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ 1 കുറവാണ്. 3/7 ആണ്.
സ്മോളർ ഇൻ സൈസ് ഓർ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഇമേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇമേജിൻ്റെ സൈസ് എച്ച് ഡാഷ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇമേജിൻ്റെ ഹൈറ്റ് എച്ച് ഡാഷ് വേണമെങ്കിൽ കാണാം. എം ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് എന്ന് നമുക്കറിയാമല്ലോ. എം ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് ആണെന്ന് നമുക്കറിയാമല്ലോ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ചെയ്തൂടെ? എച്ച് ഡാഷ് ഈക്വൽ എം എച്ച് എന്നാവും. അപ്പോൾ എച്ച് ഡാഷ് ഈക്വൽ എം എച്ച് ആവും. അതിൽ ആ എം 3/7 ആണെന്നറിയാം. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ സൈസാണ്, അത് 5 ആണെന്നറിയാം. 15/7 സെൻറ്റിമീറ്റർ. ഡിവിഷൻ ചെയ്ത് എഴുതണില്ല. നെക്സ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. An object 4 centimeter in size is placed at 25 centimeter in front of a concave mirror. വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ വരയ്ക്കുകയാണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെയാണെന്ന് അറിയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകരുത്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് കോൺകേവ് മിറർ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വരാം. റൈറ്റ് സൈഡിൽ കോട്ടിംഗ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളെ കോൺകേവ് മിറർ. ഇത് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് വരച്ച ഒരു ക്ലാരിറ്റി, ഒരു കോൺഫിഡൻസ് വരും. അതുകൊണ്ടാണ്. പ്രിൻസിപ്പൽ ആക്സിസ്, പോൾ, അതൊക്കെ നമുക്കറിയാം. An object 4 centimeter in size. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ സൈസ് 4 centimeter ആണ്. ഒരു ക്യാൻഡിലോ അങ്ങനെ എന്തോ വരണം. എച്ച് 4 centimeter ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്യാം കേട്ടോ. മൊബൈലിലും ലാപ്ടോപ്പിലും സൂം ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ അറിയാമല്ലോ, 2 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ അറിയാമല്ലോ ചെയ്താൽ കാണാം. മൊബൈലിൽ അങ്ങനെ തന്നെ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യലും ഒക്കെ അറിയാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, 4 centimeter ആണ്, 25 centimeter ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഇത് വെച്ചിരിക്കുന്നത് 25 centimeter എവേ ഫ്രം ദ മിറർ ആണ്. അതായത് മനസ്സിലായല്ലോ, ഇത് ഇങ്ങനെ വരയ്ക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല. 25 centimeter -25 എന്ന് എഴുതേണ്ടി വരും. അതെന്തിനാണ് മൈനസ് എഴുതിയത്? കാരണം പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവാണ്. നിങ്ങൾ നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് യു നെഗറ്റീവാണ് 25. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഫോക്കൽ ലെങ്ത്. ഇതിൻ്റെ ഫോക്കസ് വരുന്നത് ഉള്ളിലാണ്. പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോക്കസ് ഇവിടെയായിട്ട് വരും. ഫോക്കസ് അറിയാമല്ലോ, നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ ലെഫ്റ്റ് സൈഡിലാണ്. കാരണം ഇതൊരു സ്പിയറായി മാറിയാണല്ലോ. സ്പിയർ ആക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെയായിട്ട് വരും. സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ്. അപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഇരിക്കുന്നത് ലെഫ്റ്റിലാണ്. സെൻറ്ററിനും പോളിൻ്റെയും മിഡിലാണ് ഫോക്കസ്. നമ്മൾ വരച്ചതാണ്, പഠിച്ചതാണ്. ഫോക്കസ് ഇവിടെയാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ. അതെന്താ കാരണം? അറിയാമല്ലോ, ഫോക്കൽ ലെങ്ത് എഫ് ഇവിടെ എഴുതിക്കോട്ടെ കേട്ടോ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയതുകൊണ്ട് -15 centimeter. ചുരുക്കി പറഞ്ഞാൽ ഇത് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. കോൺവെക്സ് വന്നു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവാണ്. അത് ലെൻസ് ആയാലും മിറർ ആയാലും. നമ്മൾ പിന്നീട് ലെൻസ് പഠിക്കുമ്പോഴും അതന്നെ പ്രത്യേകത. കോൺകേവ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. നിങ്ങൾ വരയ്ക്കുമ്പോഴും മനസ്സിലാവും, എന്നാലും ഓർത്ത് വെച്ചാൽ വളരെ നല്ലതാണ്. കോൺവെക്സ് മിറർ ആയാലും ലെൻസ് ആയാലും. കോൺവെക്സ് എന്നുള്ള വേർഡ് വന്നാൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. ഇപ്പോൾ ഡയഗ്രാം വരയ്ക്കാതെ തന്നെ നമുക്ക് സൈൻ കിട്ടും. കോൺകേവ് മിറർ ആയിക്കോട്ടെ ലെൻസ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, കോൺകേവ് വന്നാൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എഴുതി -15 ആണ്. ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഫോക്കസ്. നമുക്ക് എന്താണ് മിറർ? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് എ സ്ക്രീൻ ബി പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ഷാർപ്പ് ഇമേജ്. ഞാൻ സ്ക്രീൻ എവിടെ വെക്കണം? ഇതിൻ്റെ ഇമേജ് എവിടെ കിട്ടും?
ഇതിൻ്റെ ഇമേജ് ലെഫ്റ്റ് സൈഡിൽ വരുള്ളൂ. എന്തായാലും അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഐ മീൻ സംവെയർ ഇതിൻ്റെ ഇമേജ് എവിടെയോ വരും. മേ ബി ലെഫ്റ്റ് ഓർ റൈറ്റ്, വാട്ട് എവർ മേ ബി, ഇമേജ് എവിടെയും കണ്ടൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇമേജ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, തലകീഴായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമേജ് ഇവിടെ ആയിട്ട് ഒരു വെർച്വലായിട്ട് വരാം, അത് നമുക്കറിയില്ല. സംവെയർ ഇമേജ് ഇവിടെ ആയിരിക്കാം, എവിടെയാണെന്ന് നമുക്കറിയില്ല. എവിടെ സ്ക്രീൻ വെക്കണം, ഇമേജിനെ കിട്ടാൻ ഞാൻ എവിടെ സ്ക്രീൻ വെക്കണം, അതായത് വി എന്താണ്, വെർ ഈസ് ഇമേജ്, ഇമേജ് വരുന്നിടത്താണല്ലോ സ്ക്രീൻ വെക്കേണ്ടത്. വെർ ഈസ് ഇമേജ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വി ആണ് കാണേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ, വി എന്താണെന്നാണ്. വെർ ഈസ് ഇമേജ്. അപ്പോൾ ഡൗട്ട് ചോദിക്കാനുള്ള സമയം തരാം. ഞാൻ അതിന് മുമ്പ് 2-3 സ്റ്റെപ്പുകളൊന്നും എഴുതട്ടെ. വി എന്താണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ മിറർ ഫോർമുല എഴുതാം. എന്താണ് മിറർ ഫോർമുല, മറന്നോണ്ട, 1/u + 1/v = 1/f. വി ആണ് ഇവിടെയും വേണ്ടത്. 1/v = 1/f - 1/u അറേഞ്ച് ചെയ്തതാ, അറിയാലോ. നേരെ എഴുതി പോവാണ്. എഫ് -15 ആണ്. സൈൻ തെറ്റിക്കരുത്, സൈൻ തെറ്റിയാൽ കംപ്ലീറ്റ് പോവും. യു എന്ന് പറഞ്ഞാൽ -25. ഈ താഴത്തെ മൈനസിനെ മുകളിലോട്ട് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, പൊസിഷൻ ചേഞ്ച് പ്രോബ്ലം ഇല്ല. താഴെ ഇരിക്കുന്ന മൈനസിനെ മുകളിലിട്ട് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. -1/15. ഇവിടെ മൈനസും കൂടി പ്ലസ് ആവുന്നുണ്ട്, മൈനസും കൂടി പ്ലസ് ആയി. LCM ആലോചിച്ച് സമയങ്ങളേക്കാളും ഭേദം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. -1 × 25 -25. കാൽക്കുലേഷൻ സ്പീഡിൽ പറയാണ്. 15 × 1 15. താഴെ 15 × 25. -10/15 × 25. ഇത് റെഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലും താഴെയായിട്ടൊരു 5 വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്താലോ, മുകളിലും താഴെയായിട്ടൊരു 5 വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം. കറക്റ്റ് അല്ലേ? അതെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 1/v ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ -2 എത്രയാ, -2/15 × 5 എത്രയാ, 75. വി അല്ലേ വേണ്ടേ, റെസിപ്രോക്കൽ എടുക്കുക രണ്ട് സൈഡിലും. 1/vയുടെ റെസിപ്രോക്കൽ വി ആണ്. ഇവിടെ റെസിപ്രോക്കൽ എടുത്താൽ -75/2 വരും. -37.5 എന്ന് വേണമെങ്കിൽ എഴുതാം. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഇമേജ് വിൽ ബി ദർ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. നമ്മൾ ഇമേജ് എവിടെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ ഇമേജ് ലെഫ്റ്റ് സൈഡിൽ ആണ്. ഇൻവെർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, മനസ്സിലായല്ലോ. പക്ഷേ ഇമേജ് ലെഫ്റ്റ് സൈഡിലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഇമേജ് എവിടെ ഇരിക്കണേ, ലെഫ്റ്റ് സൈഡിലാണ്. അതെങ്ങനെ മനസ്സിലായി? പോളിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്, -37.5 ആണ്. -37.5 എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ്. നമ്മൾ ഇമേജ് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇത് റിഫ്ലക്റ്റിംഗ് സൈഡിലാണ്. നമ്മൾ ഇമേജ് ലെഫ്റ്റ് സൈഡിലാണ്, റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയും നമ്മളിതിനാ. ഈ സൈഡ് മൊത്തം റൈറ്റ് സൈഡ് കോട്ടിംഗ് സൈഡും ലെഫ്റ്റ് സൈഡ് റിഫ്ലക്റ്റിംഗ് സൈഡാണ്. നമ്മളെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലോട്ടേ പോവുള്ളൂ കംപ്ലീറ്റ്. റിഫ്ലക്റ്റിംഗ് സൈഡിൽ വരുന്നതെല്ലാം റിയൽ ഇമേജ് ആണ്. റിഫ്ലക്റ്റിംഗ് സൈഡിൽ വരുന്ന ആൾക്കാർ മുഴുവനും റിയലാണ്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ തലകീഴായിട്ടുള്ള ഒരു ക്യാൻഡിൽ കിട്ടും. ഇവിടെ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ തലകീഴായിട്ടുള്ള ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വൈറ്റ് സ്ക്രീനിൽ കിട്ടും. നോക്കിയാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റും, സ്ക്രീനിൽ അവൈലബിളും ആണ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സൈഡിൽ വരുന്ന ഇമേജുകളെല്ലാം റിയലാണ്. കഴിഞ്ഞിട്ടില്ല, നേച്ചർ ഓഫ് ഇമേജ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ ഇമേജ് ലെഫ്റ്റ് സൈഡിലുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ട്, പൊസിഷനും മനസ്സിലായി, റിയൽ ഇമേജാണ്.
ഇത് തലകീഴായിട്ടാണോ അതോ ഇറക്റ്റ് ആണോ എന്നറിയണം. എൻലാർജ്ഡ് സൈസാണോ, സൈസ് ഇൻക്രീസ്ഡ് ആണോ, അതിന് മാഗ്നിഫിക്കേഷൻ വേണ്ടി വരും. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല ഇമേജിൻ്റെ സൈസ് ബൈ ഒബ്ജക്റ്റിൻ്റെ സൈസ്, h/h. പക്ഷേ നമുക്ക് h' അറിയില്ലല്ലോ ഇവിടെ, വേണ്ട. അപ്പോൾ വേറൊരു ഫോർമുലയുണ്ട്, -v/u. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുലയാണ്. മൈനസ് ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -75/2. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -75/2. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -25. നിങ്ങൾ വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. വേണമെങ്കിൽ ഇവിടെ മൈനസ് പ്ലസും മൈനസും കൂടി -75 25 വെട്ടിപ്പോയിട്ട് 3 വരും. കാൽക്കുലേഷൻ വേണ്ടി വെറുതെ ടൈം കളയുന്നില്ല. മാഗ്നിഫിക്കേഷൻ -3/2 വരും, അതായത് -1.5. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആദ്യം മാഗ്നിഫിക്കേഷൻ്റെ സൈനാണ് നോക്കണ്ടേ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഇൻവെർട്ടഡ് ആണ്, തലകീഴായിട്ടാണ് വരുന്നത്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, തലകീഴായിട്ടുള്ളൊരു ഇമേജാണ് കിട്ടുന്നത് നമുക്ക്. ഇമേജ് ഈസ് എൻലാർജ്ഡ്, അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ -1.5 ടൈംസ് കൂടുതലാണ് ഇമേജ് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ -1.5 ടൈംസ് കൂടുതലാണ് ഇമേജ്. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് ആണ്, അതവിടെ ഇരിക്കട്ടെ. ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ 1.5 ടൈംസ് കൂടുതലാണ്, ലോങ്ങറാണ് ഇമേജ്. അപ്പോൾ എൻലാർജ്ഡ് ഇമേജാണ്. മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 1-നേക്കാളും കൂടുതലാണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 1-നേക്കാളും കൂടുതലാണെങ്കിൽ എൻലാർജ്ഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേണമെങ്കിൽ h' കൂടി കാണാം കേട്ടോ. നമ്മൾ ഇമേജിൻ്റെ ഹൈറ്റ് ഇല്ലേ, അത് വേണമെങ്കിൽ കാണാം. അതിനുവേണ്ടി ഇവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. h' = mh ചെയ്യാം. h' = mh. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3/2 ആണ്. h 4 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. h' ഈസ് -6 സെൻറ്റിമീറ്റർ. -6 എന്ന് പറഞ്ഞാൽ താഴേക്കാണ് ഇമേജ് പോകുന്നത്. ഒരു 2 ഡെറിവേഷൻ വരുന്നുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഡെറിവേഷൻസ്, ഈ ചാപ്റ്റർ ഒരുപാട് ഡെറിവേഷൻസുകൾ ഉണ്ട്. ഞാനിത് ഒരുപാട് തവണ നിങ്ങളടുത്ത് പറഞ്ഞു. ഈ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് നല്ലപോലെ എക്സാമിന് ചോദിക്കും. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, പിന്നെ മിറർ ഫോർമുലയുടെ ഡെറിവേഷനും ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റെപ്പ് കുറച്ച് കുറവായിരിക്കും, അപ്പോൾ ഞാൻ എക്സ്ട്രാ സ്റ്റെപ്പ് എഴുതുന്നു മാത്രം. അപ്പോൾ റിലേഷൻ നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ജനറൽ പ്രൂഫ് ആയിട്ടില്ല, നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. വി ഹാവ് എ കോൺകേവ് മിറർ. ടെക്സ്റ്റ് ബുക്കിൽ കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണിത്, പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് പോള്. നമ്മളത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു റേ വന്നു പാരലൽ, പ്രിൻസിപ്പൽ ആക്സിസിന് വളരെ അടുത്താണ്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചെന്ന് മാത്രം. പ്രിൻസിപ്പൽ ആക്സിസിന് വളരെ അടുത്തുള്ള ഒരു പാരലൽ റേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ ആണ്. നമുക്കതറിയാം. ഇത് എങ്ങനെയാണ് പോകണതെന്ന് നമുക്കറിയാം. ഇത് റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടെന്നുള്ള കാര്യം അറിയാം അല്ലേ. ഇവിടെ എന്തുണ്ട്, ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഇവിടെയായിട്ട് ആരുണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. എന്താണ് ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ? ഇതൊരു സ്പിയർ ആകുമ്പോൾ ഇതായിരിക്കുമല്ലോ സെൻറ്റർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എവിടെയായിട്ട്, ഇവിടെ നോക്കുക. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ശരിക്കും സ്റ്റെപ്പായിട്ട് പറയാം. ഇവിടെ നമ്മളൊരു നോർമൽ വരച്ചു. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നോർമൽ വരച്ചാൽ അത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യും. ഒരു സ്പിയറിൻ്റെ പ്രത്യേകതയാണത്.
ഇതെവിടെ നോക്കിയേ, ഒരു സ്പിയറിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് ആ പ്രത്യേകത? ഏതൊരു പോയിന്റിൽ നോർമൽ വരച്ചാൽ അത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യും. നോർമൽ എന്ന് പറഞ്ഞാൽ ഇതവിടെ കണ്ടില്ലേ, അതെ പെർപെൻഡിക്കുലർ കണ്ടില്ലേ, അതൊരു സ്പിയറിൻ്റെ പ്രത്യേകതയാണ്. ഏതൊരു പോയിന്റിലും ഞാൻ നോർമൽ വരച്ചാൽ, നോർമൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 90 ഡിഗ്രി വരും, കണ്ടില്ലേ. ഏത് പോയിന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ഫിഗർ അത്ര നീറ്റ് അല്ലാത്തതുകൊണ്ട് തോന്നും, ഒരു സ്പിയറിൻ്റെ പ്രത്യേകതയാണത്. ഒരു സ്പിയറിനകത്തുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, സ്പിയറിന് നോർമൽ വരയ്ക്കുക. ആ നോർമൽ സിയിലെത്തും, സെൻറ്ററിലെത്തും. അപ്പം ഞാനൊരു നോർമലാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് സെഡ് ടു ബി ദ നോർമൽ, ഡോട്ട് ലൈൻ ഈസ് ദ നോർമൽ. നമ്മൾ മിററിന് നോർമൽ വരച്ചു. നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ലോ ഓഫ് റിഫ്ലക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്, ഇതിന് നമ്മൾ തീറ്റ എന്ന് ഇതിൽ പേര് കൊടുക്കുക, തീറ്റ. ഈ ആംഗിൾ എത്രയാണോ അത്രയും ആംഗിൾ വരുന്ന രീതിയിലേ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുള്ളൂ. ഫിഗർ അത്ര കറക്റ്റായി നീറ്റായില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നോക്കാം, യെസ് കുഴപ്പമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിൾ സെയിം ആണ്. ഈ ഡോട്ട് ലൈനിന് നമ്മൾ പറയുന്ന പേര് നോർമലാണ്. ദിസ് ഈസ് നോർമൽ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, നോർമൽ. ഈ വരുന്ന റേനെ നമുക്ക് എന്ത് പറയാം, ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കാം. ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം, റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ടൈപ്പ് മിറർ ആയിക്കോട്ടെ, നമ്മളവിടെ ഒരു നോർമൽ വരച്ചു. ആ ഇൻസിഡൻറ്റ് റേ മീറ്റ് ചെയ്യുന്ന അവിടെ നമ്മളൊരു നോർമൽ വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഇൻസിഡൻറ്റ് റേക്കും റിഫ്ലക്റ്റ് റേക്കും ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നോർമൽ, ഒരു സ്പിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമൽ വരച്ചാൽ അത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യും. അതൊരു സ്പിയറിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് നമ്മൾ ഫോക്കസ് എന്നാണ് പറയാം, ഫോക്കസ്. ആ പോയിന്റ് പറയുന്ന പേരെന്താണ്, ഫോക്കസ്. നമ്മളത് അങ്ങനെയാണല്ലോ ഫോക്കസ് ഡിഫൈൻ ചെയ്യുന്നത്. പാരലൽ റേ വന്നു കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസിൽ കൂടി പാസ് ചെയ്യും. എങ്ങനത്തെ പാരലൽ റേ വരയ്ക്കുമ്പോഴും നമ്മളത് ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പോലെ ഞാൻ കാണിച്ചിരുന്നു. എങ്ങനത്തെ പാരലൽ റേ വരച്ചാലും റിഫ്ലക്റ്റ് ചെയ്ത് ഒരു ഫിക്സഡ് പോയിൻ്റായ ഫോക്കസിൽ കൂടി പാസ് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോക്കസ് പി സിയുടെ മിഡിൽ പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം മാത്തമാറ്റിക്കലി. ദിസ് ഫിക്സഡ് പോയിൻറ്റ് എഫ് ഈസ് ദ മിഡിൽ പോയിൻ്റ് ഓഫ് പി സി. അതായത് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ്. അഥവാ എഫ് ഈസ് ദ മിഡിൽ പോയിൻ്റ് ഓഫ് പി സി. ഇത് പ്രൂവ് ചെയ്യണം. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇവിടെ വേറൊരാളുണ്ടല്ലോ, ഇപ്പുറത്തൊരു ആംഗിൾ ഉണ്ട്, കാണാൻ പറ്റുമല്ലോ അല്ലേ. ഈ ആംഗിൾ 2θ ആയിരിക്കും. 2θ ആയിരിക്കും. അതിനുള്ള റീസൺ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, വിസിബിൾ ആവുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ലൈൻ ഉണ്ട്. ഇത് രണ്ട് പാരലൽ ആണെന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണ്ടല്ലോ. ഈ ലൈനും പാരലൽ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് ലൈനിന് എം എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്തു. ഈ രണ്ട് പാരലൽ ലൈനിന് ആര് കട്ട് ചെയ്തു, എം എഫ് കാണുന്നുണ്ടല്ലോ. എം എഫ് എന്ന് പറഞ്ഞൊരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പോൾ എം എഫിൻ്റെ അതേ ഇവിടെ വരുന്ന ആംഗിൾ 2θ ആണല്ലോ. ഈ എം എഫ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ പ്ലസ് തീറ്റ 2θ ആണല്ലോ. ഇത് 2θ ആകുമ്പോൾ ഇതും 2θ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് പാരലൽ ലൈനാ എം എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ വരുന്ന ആംഗിൾ 2θ. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് 2θ. ഇനി നമ്മൾ ചെറിയ മാത്സ് ഉണ്ട് കേട്ടോ, ചെറിയ മാത്സ് ഉണ്ട്. നിങ്ങൾ തൽക്കാലം ബൈ ഹാർട്ട് പോലെ പോകേണ്ടി വരും. നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, ഞാൻ നോട്ടായിട്ട് എഴുതാം. ഇവിടെ മാത്സിലുള്ള റിസൾട്ടാണ്. ഈ റിസൾട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെ ഉപയോഗിക്കുന്നൊരു മാത്തമാറ്റിക്കൽ റിസൾട്ട്സാണ്. ഇഫ് തീറ്റ ഈസ് സ്മോൾ, ഇറ്റ്സ് എ സ്മോൾ ആംഗിൾ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തീറ്റയ്ക്ക് അടുത്ത് തന്നെയാണ്. സൈൻ തീറ്റയും തീറ്റയും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. കോസ് തീറ്റ അല്ല, ടാൻ തീറ്റയും തീറ്റയ്ക്ക് ഈക്വലാണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വലാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് പറയണില്ല, അത് മാത്സ് ആണ്. നിങ്ങളത് ബൈ ഹാർട്ടാക്കി വെക്കുക. അത് ചാപ്റ്ററിൻ്റെ അവസാനം വരെ ഉപയോഗിക്കും. ഈവൺ മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് എടുക്കുമ്പോൾ വരെ അവിടം വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടാണ്, എൻഡ് വരെ ഉപയോഗിക്കുന്ന റിസൾട്ടാണ്. തീറ്റ വളരെ ചെറിയ ആംഗിളാണെങ്കിൽ സൈൻ തീറ്റ തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഈ ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി 20 ഡിഗ്രി വരെ പോവാം. ടാൻ തീറ്റയും തീറ്റയ്ക്ക് അടുത്താണ്. നമ്മളിവിടെ തീറ്റ ഡിഗ്രിയിലല്ല, റേഡിയൻ എന്ന് പറഞ്ഞൊരു മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ട്. റേഡിയൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് തരും, അത് പറഞ്ഞെന്നുള്ളൂ. തീറ്റ റേഡിയനിലാണ്. നിങ്ങൾ വേണമെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റേഡിയൻ എന്ന് പറഞ്ഞ ബട്ടൺ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് സൈൻ 1 നോക്കാം. 1 തന്നെയാണ്. സൈൻ 1 നോക്കുമ്പോൾ 0.9999 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബൈ ഹാർട്ടാക്കി വെക്കുക. തീറ്റ ചെറിയ ആംഗിളാണെങ്കിൽ പറഞ്ഞോ എന്തോ ഇത് ചാപ്റ്ററിൻ്റെ അവസാനം വരെ ഉപയോഗിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോഴേ ഞാനൊരു 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാനത് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കേ. മായിക്കോട്ടോ. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ മായിക്കേ. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഏതാണത്? ഞാൻ പേര് കൊടുക്കാം. എന്താണത്? ട്രയാങ്കിൾ ഏതാ? MPC അല്ലേ? ട്രയാങ്കിൾ MPC. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ പോളിൽ ഏകദേശം 90 ഡിഗ്രി ആയിരിക്കണമല്ലോ അല്ലേ? ഈ പോളിൻ്റെ അവിടെ ഏകദേശം 90 ഡിഗ്രിയാണ്. MP ഏകദേശം വെർട്ടിക്കലും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളവിടെ ടാൻ തീറ്റ എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. ടാൻ തീറ്റയും സൈൻ തീറ്റയൊക്കെ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടാവാൻ വഴിയില്ല. ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ MPCയിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് MP ആണ്. MP ഏകദേശം വെർട്ടിക്കലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓപ്പോസിറ്റ് സൈഡ് MP ആണ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് CP ആണ്. ഹൈലൈറ്റ് ചെയ്ത ട്രയാങ്കിൾ നോക്കുക. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് PC ആണ്. MC എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. PC ആണ് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് MP. അഡ്ജസൻറ്റ് സൈഡ് ഓഫ് തീറ്റ വിൽ ബി PC. ഓക്കെ. ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് എഴുതിക്കോട്ടെ ഞാൻ. ടാൻ തീറ്റയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ തീറ്റ തന്നെയാണല്ലോ. ഈക്വൽ ടു MP ബൈ PC. അവിടെ ഇരിക്കട്ടെ. വേറൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഞാനിതൊന്ന് മായ്ക്കട്ടെ. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, വേറൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. വേറെ ഏത് ട്രയാങ്കിളാണ്? വേറെ ട്രയാങ്കിളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതെവിടെ ഇങ്ങനൊരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇങ്ങനൊരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അതേത് ട്രയാങ്കിളാണ്? MPF. ട്രയാങ്കിൾ MPF. ഷെയ്ഡ് ചെയ്തിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഇതെവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ നിങ്ങൾക്ക് MPF എന്ന് പറഞ്ഞിട്ട്. അവിടെ വരുന്ന ആംഗിൾ 2θ ആണ്. ഇവിടുത്തെ ആംഗിൾ 2θ ആണ്. അപ്പോൾ ഞാനവിടെ ടാൻ 2θ എടുക്കാൻ പോവാണ്. അപ്രോക്സിമേറ്റ്ലി 2θ തന്നെയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി തീറ്റ. ടാനിന് വലിയ റോളില്ലാണ്ടാകും അല്ലേ? അപ്പോൾ 2θയും ചെറിയ ആംഗിൾ തന്നെയാണ്. 2θയും ചെറിയ ആംഗിൾ തന്നെയാണ്. ടാൻ തീറ്റ അപ്പോൾ ടാൻ 2θയും അപ്രോക്സിമേറ്റ്ലി 2θ തന്നെയാണ്. 2θ ടാൻ 2θ എന്ന് പറഞ്ഞാൽ 2θയുടെ ഓപ്പോസിറ്റ് സൈഡ് MP ആണ്. 2θയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? MP. 2θയുടെ ഓപ്പോസിറ്റ് സൈഡ് MPയും അഡ്ജസൻറ്റ് സൈഡ് PF ആണ്. PF. ഇങ്ങനെ വേറൊരു ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊന്ന് മായിച്ചേക്കട്ടെ.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ആ കിട്ടിയ ഇക്വേഷൻ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് എഴുതിക്കോട്ടെ. അല്ല വേണ്ട, ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ, ദ ലാസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാണ്. എന്താണ് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ? 2θ = MP/PF അല്ലേ? ഇതല്ലേ ലാസ്റ്റ് ഇക്വേഷൻ. 2θ എന്ന് പറഞ്ഞാൽ 2 × θ എന്ന് വായിക്കാമല്ലോ. 2θ എന്ന് പറഞ്ഞാൽ 2 × θ. വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? തീറ്റ എന്ന് പറഞ്ഞാൽ MP/PC ആണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2θ എന്ന് പറയുമ്പോൾ 2 × θ, 2 × MP/PC. ടു തീറ്റ എന്താണെന്ന് പറയുന്നത്? 2θ MP/PF. ഇങ്ങനെ കിട്ടും. നമുക്ക് രണ്ട് സൈഡിലും MP ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/PCA = 1/PF എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ PC × 1, PC × 1 PC ആണ്. ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 times PF. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും അല്ലേ? ഈ സ്പിയറിൻ്റെ റേഡിയസ് ആണ് PC. PC എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. PF എന്ന് പറഞ്ഞാൽ അത് ഫോക്കൽ ലെങ്ത് ആണ്. പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത്. നമ്മളിത് അല്ലെങ്കിലും ബൈ ഹാർട്ടാണ്. അപ്പോൾ ഡെറിവേഷൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഡെറിവേഷനും ചോദിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് 2-3 മിനിറ്റ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ ഒന്ന് ആൻസർ അയച്ചു തന്നെ നോക്കട്ടെ. മിറർ ഫോർമുലയുടെ ഡെറിവേഷൻ നിർത്താൻ ശരിയാവില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം ഒന്ന് വേഗം ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ ആൻസർ അയച്ചതാണ്. ഇപ്പം തന്നെ, ലീവ് ചെയ്യരുത്. ഇതിൻ്റെ ആൻസർ എഴുതാം. വേഗം എഴുതിക്കോ കേട്ടോ. ചെയ്ത മോഡലാണ്, ശ്രദ്ധിച്ചെഴുതാം.